ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ മഴത്തോരു മുമ്പേ സീരിയലിൽ ഇനി വരാൻ പോകുന്ന ഒരു അപ്കമിങ് ഒറിജിനൽ എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അങ്ങനെ നമ്മുടെ ബാലചന്ദ്രനാണെങ്കിൽ കുടിച്ച് വീണ്ടും വീട്ടിലേക്ക് വരുമ്പോഴേക്കും കൃഷ്ണമോൾക്ക് വല്ലാത്ത വിഷമമാട്ടോ. അച്ഛൻ എന്തിനാ ഇങ്ങനെ കുടിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് കൃഷ്ണമോൾ ഇങ്ങനെ സംസാരിക്കുന്ന ഭാഗത്തോടെയായിരുന്നു ഇന്നലത്തെ എപ്പിസോഡ് തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനി നമുക്ക് കാണിക്കാൻ വേണ്ടി പോണത് കൃഷ്ണ ചോദിക്കേണ്ട, അച്ഛനിങ്ങനെ കുടിച്ച് നശീനെ കാണുമ്പോൾ ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല അച്ഛനോട് ഡോക്ടർ പറഞ്ഞതല്ലേ കുടിക്കരുതെന്ന്, പിന്നെ എന്തിനാ മദ്യപിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ പണ്ട് മോളെ അച്ഛൻ മദ്യപിച്ചു പോയി, അച്ഛനെ വിഷമം അടക്കാൻ പറ്റുന്നില്ല, എത്രയോ വർഷം അച്ഛനൊരു വിഡ്ഢിയെ പോലെ ജീവിച്ചു, അതൊക്കെ ആലോചിക്കുമ്പോൾ അച്ഛനെ ഒന്നും സഹിക്കാൻ പറ്റുന്നില്ല മോളെ എന്ന് പറയുമ്പോൾ അലീന ചേച്ചി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അച്ഛൻ ഇതുപോലെ കുടിക്കുമായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ ഒന്നും മിണ്ടുന്നില്ല. കൃഷ്ണ ചോദിക്കേണ്ട, പറ അലീന ചേച്ചി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അച്ഛൻ ഇതുപോലെ കുടിക്കുമായിരുന്നോ? ഇല്ല അച്ഛൻ ഒരിക്കലും ഇതുപോലെ കുടിക്കില്ലായിരുന്നു, അച്ഛൻ ഒരിക്കലും കുടിക്കാനും പറ്റില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ 3 പേരെക്കാളും അച്ഛനെ വലുത് അലീന ചേച്ചിയാണല്ലേ. അലീന ചേച്ചി ഞങ്ങൾ 3 പേരും അച്ഛൻ മക്കളായിട്ട് കണ്ടിരുന്നെങ്കിൽ ഞങ്ങൾ പറഞ്ഞ വാക്കും അച്ഛൻ കേൾക്കില്ലേ? അച്ഛനപ്പോൾ അലീന ചേച്ചിനെ മാത്രമേ ഇഷ്ടമുള്ളൂ അല്ലേ? എന്നെയും ബബിതേച്ചിനെയും രോഹിയേട്ടനെയും ഒന്നും ഇഷ്ടമല്ലേ? അയ്യോ മക്കളെ അങ്ങനെയൊന്നും പറയല്ലേ, പിന്നെ എന്തിനാ അച്ഛനിങ്ങനെ കുടിക്കണത്? ഞാൻ ഈ കാര്യം അലീന ചേച്ചിയുടെ പറയട്ടെ, ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അലീന ചേച്ചിക്ക് എത്രമാത്രം വിഷമമെന്ന് അച്ഛനൊന്ന് ആലോചിച്ച് നോക്ക്. അച്ഛനെ വിശ്വസിച്ചില്ല അലീന ചേച്ചി ഇവിടെ നിന്ന് പോയത് തന്നെ. പിന്നെ അച്ഛൻ എന്തിനാ അച്ഛനെ വേറെ ആരില്ലെങ്കിലും ഞങ്ങൾ മക്കള് 4 പേരില്ലേ? അത് കേൾക്കുന്ന വൈജയന്തി വരുന്നുണ്ട്. നിന്നെ മക്കള് 4 പേരോ? എടി ഞാൻ 3 പെട്ടിട്ടുള്ളൂ എന്ന് പറയുമ്പോഴേക്കും 4 പേരുണ്ട്, അലീന എന്നും കൂടി പറയാണ്, അലീന ചേച്ചി എന്നും കൂടി പറയുമ്പോഴേക്കും വൈജയന്തി ഇങ്ങനെ നെട്ടിങ്ങനെ നിൽക്കുക കേട്ടോ. ബാലചന്ദ്രൻ പറയണ്ട, അതെ അവളും എൻ്റെ മകൾ തന്നെയാണ്, നിങ്ങൾ 4 പേരും എൻ്റെ മക്കളാണ്. മോളെ ക്ഷമിക്കും മോളെ, അച്ഛനെ കുടിക്കാതെ നോക്കാട്ടോ. അച്ഛൻ്റെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളുണ്ടാവും, പല കാര്യങ്ങളുണ്ടാവും അത് അച്ഛൻ്റെ ജീവിതത്തിൽ മാത്രമല്ല, പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യരുണ്ടോ എല്ലാവരും ഇതുപോലെ കുടിച്ചൊക്കെ ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ജീവിതം എങ്ങനെയാ മുന്നോട്ട് പോവുക? അച്ഛനല്ലേ ഇതൊക്കെ ഞങ്ങളെ ഉപദേശിച്ചിരേണ്ടത്, ഇതിപ്പോ ഞങ്ങൾ ഉപദേശിച്ചിരേണ്ട അവസ്ഥയായല്ലോ എന്ന് പറയുമ്പോഴേക്കും ബാലചന്ദ്രൻ പറയുന്നുണ്ട്, മക്കളെ ഇനി അച്ഛനെ കുടിച്ചിട്ട് ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, അഥവാ ആക്സിഡന്റ് ഉണ്ടെങ്കിലേ ഇനി അച്ഛന് ഹോസ്പിറ്റലൊന്നും കിടക്കില്ല, മുകളിലേക്ക് പോകും എന്ന് പറയുമ്പോൾ വൈജയന്തിക്ക് അപ്പൊ ചെറിയൊരു വിഷമമൊക്കെ ആവുന്നുണ്ട് കേട്ടോ. ശേഷം ബാലചന്ദ്രൻ റൂമിലേക്ക് പോവാണ്. കൃഷ്ണ പറയണ്ട്, സമാധാനമായില്ല അമ്മക്ക്, അച്ഛനെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാലേ ഞങ്ങളുടെ മക്കൾക്ക് 3 പേർക്കും അമ്മ പിന്നെ ഒരിക്കലും ഞങ്ങളുടെ അമ്മയായിരിക്കില്ല, നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് കൃഷ്ണയും അവിടെ നിന്ന് പോകുന്നുണ്ട്. വൈജയന്തിക്ക് തന്റെ കുടുംബജീവിതം നശിക്കാൻ കാരണക്കാരി അവളാ ആ അലീന എന്ന് പറഞ്ഞിട്ട് വീണ്ടും അവിടുന്ന് പെറുപുറുത്തോണ്ടിരിക്കുകയാണ്. ബബിതയാണെങ്കിൽ ആകെ വിഷമിച്ച് കരഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുന്നുണ്ട്. റോഹിക്ക് എന്തോ പന്തികേട് തോന്നുവാണ്. റോഹി നേരെ ബബിതയുടെ റൂമിന്റെ വാതിലിൽ മുട്ടുന്നുണ്ട്. ബബി വാതിൽ തുറക്ക് എന്താ വാതിൽ തുറക്ക്, എനിക്ക് നിന്നോട് സംസാരിക്കണം, എനിക്ക് സംസാരിക്കാനൊന്നും ഇല്ല, അല്ല നിനക്ക് ഭക്ഷണം ഒന്നും കഴിക്കണ്ടേ, എനിക്കൊന്നും വേണ്ട, എനിക്കൊന്നും കിടന്നാൽ മതി, വല്ലാത്ത തലവേദന, നീ വാതിൽ തുറക്ക്, എനിക്ക് നിന്നോട് സംസാരിക്കണം എന്ന് പറഞ്ഞത് നീ കേട്ടില്ലേ, അല്ലെങ്കിൽ ഞാൻ അലീന ചേച്ചിനെ വിളിക്കും, ഞാൻ തുറക്കാം എന്ന് പറഞ്ഞിട്ട് ബബിത വാതിൽ തുറക്കാണ്. എന്താ ബബി, നീ എന്തിനാ വാതിലടച്ചിങ്ങനെ ഇരിക്കണത്? ഇതെന്താ റൂമൊക്കെ ഇങ്ങനെ? നിനക്ക് എന്തു പറ്റി, ഭ്രാന്ത് പിടിച്ചോ? നീ നേരത്തെ ഫോൺ ചോദിച്ചത് സത്യം പറ, ആരെ വിളിക്കാനായിട്ടാണ് എന്ന് ചോദിക്കാണ്. ബബിത പണ്ട് ഒന്നുമില്ല, എനിക്ക് ആ സമയത്ത് ഫോൺ തന്നില്ലല്ലോ റോഹിയേട്ടൻ, പിന്നെ എന്തിനാ ഇപ്പൊ എന്നോട് ചോദിക്കണത്? ബബി എന്താ പ്രശ്നം, നീ കാര്യം പറ, നോക്ക് നാളെ നിനക്ക് എന്തെങ്കിലും പ്രശ്നമോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ നിന്നെ സഹായിക്കാൻ ഞാനും കൃഷ്ണമോളും അച്ഛനും മാത്രമേ, അലീന ചേച്ചി മാത്രമേ ഉള്ളൂ. അപ്പൊ നിനക്ക് ഞങ്ങൾ തന്നെ അവസാനം ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറയേണ്ടി വരും. അതിനേക്കാൾ നല്ലത് നിനക്ക് എന്നോട് പറഞ്ഞൂടെ ബബി, എന്താ പ്രശ്നം? നോക്ക് നിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അതിനിപ്പോ അത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ചേട്ടനെ ഞാനിപ്പോ മുമ്പത്തെ പോലെ അല്ല, നിനക്കറിയാലോ. അതുകൊണ്ട് നീ പറ, എന്താ നിന്റെ കാര്യം, എന്തെങ്കിലും ലവ് ഫെയിലിയർ ആണോ എന്ന് ചോദിക്കണം. ഇതൊക്കെ ബബിത, അത് റോഹിയേട്ടൻ എങ്ങനെ മനസ്സിലായി? നിന്റെ സെയിം പ്രായം തന്നെയല്ലേ എനിക്കും, അപ്പൊ എനിക്ക് ഏകദേശമൊക്കെ മനസ്സിലാക്കാം. നീ എന്തിനാ ലവ് ഫെയിലിയർ ആക്കി ഇങ്ങനെ വിഷമിക്കണത്? അല്ല നീ അവനെ തേച്ചോ അവൻ നിന്നെ തേച്ചോ? മനസ്സിലായി, അവൻ തേച്ച് കാണുമായിരിക്കും അല്ലെ, അതുകൊണ്ടാണ് നീ ഇങ്ങനെ വിഷമിക്കണത്. നീ വിഷമിക്കുമെന്ന് വേണ്ട എടി, ഇതൊക്കെ നമ്മുടെ ചെറിയ പ്രായമാണ്, ഈ സമയവും കടന്നു പോകും എന്ന് മാത്രം നീ വിചാരിച്ചാൽ മതി. ഈ ലോകത്ത് അവൻ മാത്രമാണ് ആണായിട്ടുള്ളത്, അവൻ വേറെ വല്ല പെണ്ണിന്റെ കൂടെ പോയോ? അങ്ങനത്തെ ആൾക്കാർ പോണതല്ലേ ബബി നല്ലത്, അവരെന്തിനാ അടക്കി വെക്കാൻ നോക്കണത്? അവരെപ്പോഴായാലും നിന്നെ ഇട്ടേച്ചും പോകും. അങ്ങനത്തെ ഉള്ള ആൾക്കാരെ വേണ്ട ബബി. നോക്ക് നമ്മുടെ മനുവേട്ടനെ നീ കണ്ടില്ലേ, എത്ര നല്ല ചേട്ടനാ, അതുപോലത്തേക്ക് ഒരു നല്ല സ്വഭാവം ഉണ്ടെന്നുണ്ടെങ്കിലേ എത്ര സൗന്ദര്യമുള്ള ആര് വന്നാലും ആരും വിട്ടിട്ട് പോവില്ല. നമ്മുടെ അലീന ചേച്ചി മനുവേട്ടനും അതുപോലെ നിനക്ക് പറ്റുന്ന ഒരാള് വരും ബബി, അതിനു വേണ്ടി
വേണ്ടി നീ കാത്തിരിക്കണം. ആ സമയത്ത് ബബിത പൊട്ടിക്കരയാണ്. റോഹി ചോദിക്കണ്ടേ എന്തു പറ്റി, എന്തിനാ നീ ഇനി കരയണത്? അത് അലീന ചേച്ചിനെ പോലെയല്ലോ ഞാൻ. അലീന ചേച്ചി ഒരു പരിശുദ്ധിയായിട്ടുള്ള സ്ത്രീയാണ്, പക്ഷെ താൻ അങ്ങനെയല്ലല്ലോ. നീ എന്തൊക്കെയാ പറഞ്ഞത്? കുറച്ച് മുൻകോപവും ദേഷ്യവും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും നല്ലൊരു പെൺകുട്ടിയാണ് ബബി എന്ന് പറയുമ്പോഴേക്കും അല്ല, ഞാൻ നല്ലൊരു പെണ്ണേ അല്ല, ഞാൻ ചീത്തയായി, എന്നെ ചീത്തയാക്കിയവൻ എന്ന് പറയാണ്. നീ എന്തേ പറഞ്ഞു വരുന്നത്? നീ എന്താ ബബി, എന്താ കാര്യം എന്ന് പറയുമ്പോഴേക്കും എല്ലാം കൊണ്ടും ഞാൻ ചീത്തയായ റോഹിയേട്ടാ, ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല എന്ന് പറയുമ്പോൾ റോഹിക്ക് കാര്യം മനസ്സിലായി. അവന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇവളെ ഉപേക്ഷിച്ചാണെന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായി. കാരണം റോഹിയും അതിനു വേണ്ടി അവന്റെ കാമുക എടുത്തതുപോലെയൊക്കെ പെരുമാറിയതാണല്ലോ. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ റോഹിക്ക് അത് മനസ്സിലാവുന്നുണ്ട്. റോഹി ആകെ തകർന്നു പോവാട്ടോ. ബബിതയാണെങ്കിൽ ദിവസം പോകുന്തോറും ആകെ വിഷമിച്ച് വല്ലാത്തൊരു ഡിപ്രഷനിലാവാണ്. ഇതൊന്നും കണ്ട് സഹിക്കാനാവാതെ റോഹിയാണെങ്കിൽ അലീനെ ഫോൺ വിളിക്കുന്നുണ്ട്. അലീന ചേച്ചി, ഇവിടെ ബബിത വല്ലാത്തൊരു ഡിപ്രഷനിലാണ്, അവളുടെ ലവ് ഫെയിലിയർ ആയി, അതാണ് കാര്യം. ഓ, ആ മുടിയൻ അവളിട്ടു പോയോ? നന്നായി, കുറച്ചു ദിവസം വിഷമിക്കോടാ, പക്ഷെ അവൾ ഓക്കെ ആവും. ചേച്ചിക്കപ്പം അറിയാവോ അവന്? അറിയാവോന്നോ? എനിക്കറിയാം. അവൻ ദിവസം വീട്ടിലേക്ക് വന്നിരുന്നു. അവനെ ചൂലെടുത്തിട്ട് ഞാൻ അന്ന് പുറത്താക്കിയത്. അന്ന് അതിന്റെ പേരിൽ അവൾ എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞു. അന്ന് അവൾ എന്നെ ശത്രുവിനെ പോലെയല്ല കണ്ടിരുന്നത്. അപ്പോൾ ഞാൻ ഈ കാര്യങ്ങളൊക്കെ മനുവേട്ടനോട് പറഞ്ഞിരുന്നു. പിന്നീട് ഉപദേശിക്കാൻ വേണ്ടി മനുവേട്ടനും വന്നു. പക്ഷെ മനുവേട്ടന്റെ വാക്കും അവള് കേട്ടില്ല. എന്തായാലും അവനായിട്ട് പോയി നന്നായി, നമ്മുടെ ബബിയുടെ ജീവിതം നന്നായി എന്ന് വിചാരിച്ചാൽ മതി എന്ന് പറയാണ്. ഞാൻ മനുവേട്ടനെ വിളിച്ച് സംസാരിക്കാം, മനുവേട്ടൻ അവളെ കണ്ടോളും എന്ന് പറയുന്നുണ്ട്. ശേഷം അലീന ഈ കാര്യം മനുവിനോട് പറയണ്ട്. മനു എല്ലാം ഓക്കെ ആയിക്കോളാം, നീ ടെൻഷൻ ആവണ്ട എന്ന് പറയാണ്. മനു ആണെന്നുണ്ടെങ്കിൽ നേരെ നമ്മുടെ ബബിതനെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് വരുവാണ്. അതിനു മുമ്പ് നമ്മുടെ റോഹിനെ കാണുന്നുണ്ട്. റോഹി പറയുന്നുണ്ട്, ബബിതയുടെ അവസ്ഥ വളരെ ഇതാണ്, അവൾ വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ, അവൾ ഇങ്ങനെയൊന്നും ഞാൻ കണ്ടിട്ടില്ലേ, എപ്പോഴും കരച്ചില്, ഭ്രാന്ത് പിടിക്കുന്ന പോലെ കാണിക്കൂ, വല്ലാത്തൊരു അവസ്ഥയിൽ അവള്. ഞാൻ അവളോട് സംസാരിക്കാം, നിന്നെക്കാളൊക്കെ നന്നായിട്ട് എനിക്ക് അവളെ അറിയാം എന്ന് പറഞ്ഞിട്ട് മനു അകത്തേക്ക് പോവാണ്. ദേ ബബി, ഞാൻ പറയണ നീ ഒന്ന് കേക്ക് നോക്ക്, നിന്റെ കാര്യങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അലിന ചേച്ചിക്ക് പോലും ഞാൻ ഈ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അവന്റെ കൂടെ നീ ശരിക്കും ഡീപ്പായിട്ട് റിലേഷനിലായെന്നുള്ള കാര്യം എനിക്ക് മാത്രമേ അറിയുള്ളൂ. കാരണം ആ ഒരു ക്ലിപ്പ് കുറച്ച് പേരുടെ കയ്യിൽ മാത്രമേ ഉള്ളൂ. അത് വേറെ ആരും കാണില്ല ബബി, നീ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട. നിനക്കൊരു തെറ്റ് പറ്റി, നീ ഇനി ആ തെറ്റില് തിരുത്താണ് വേണ്ടത്. അവൻ നിന്നെ ഇട്ടിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവൻ പോട്ടെ, നീ എന്തിനിങ്ങനെ വിഷമിക്കണത്? നോക്ക്, ഈ കാര്യം നീ അവനായിട്ട് എത്രമാത്രം ഡീപ്പായി എന്നുള്ള കാര്യം നിന്റെ വായിന്ന് ആരും കേൾക്കാൻ പാടില്ല. അത് ഞാൻ അലീനയുടെ അടുത്ത് പോലും പറഞ്ഞിട്ടില്ല, മനസ്സിലായോ? പറഞ്ഞ ആ പാവത്തിന് അത് സഹിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് എന്ന് പറയാണ്. ഇതെല്ലാം തന്നെ റോഹി കേൾക്കുന്നുണ്ട് കേട്ടോ. റോഹി ആകെ ഷോക്കോട് കൂടിയാണ് വാതിലിന്റെ അപ്പുറത്തുനിന്ന് കേൾക്കുന്നത്. തന്റെ അനിയത്തിന ഇത്രമാത്രം ചതിച്ചു വഞ്ചിച്ച് അവനെ വെറുതെ വിടാൻ പാടില്ല. അവനെ കണ്ട് രണ്ട് വർത്താനം പറയണമെന്ന് റോഹിയും വിചാരിക്കുകയാണ്. മുമ്പത്തെ റോഹിയാണെങ്കിൽ പോയി അടിച്ച് പ്രശ്നം ഉണ്ടാക്കിയാനെ. പക്ഷെ ഇപ്പോഴായതുകൊണ്ട് ഇനിയിപ്പോൾ അതിനൊന്നും പോയില്ലെങ്കിലും അവനെ കണ്ട് രണ്ട് വർത്താനം പറഞ്ഞെന്ന് മാത്രമേ റോഹി വിചാരിക്കുള്ളൂ കേട്ടോ. കാരണം തൻ്റെ രീതിക്ക് എന്ത് പ്രശ്നം തന്നെ ഉപേക്ഷിച്ച് പോയത്, അല്ല അവളെ ടൈം പാസ് ആയിട്ടാണ് കണ്ടെങ്കിൽ എന്തിനാണ് അവൾ ഇങ്ങനത്തെ രീതിയിലാക്കി തീർത്തത് എന്നൊക്കെ ചോദിക്കാനായിട്ട്. എന്തായാലും കാത്തിരുന്ന് കാണാം അങ്ങനത്തെ എപ്പിസോഡിന് വേണ്ടിയിട്ട്. അത് മാത്രമല്ല, ഇന്ന് നിരാഹാരത്തിൽ കിടക്കുന്ന രണ്ടുപേരുണ്ട്, അലീനയും അതുപോലെ തന്നെ നമ്മുടെ ഔതുക്കുട്ടിയും. അപ്പൊ ഔതുക്കുട്ടീനെ ഔതുക്കുട്ടി നമ്മുടെ ലാലിച്ചൻ പറയുന്നുണ്ട്, അച്ഛനും നിരാഹാരം കിടക്കാൻ പോവാണോ? എന്റെ ചിന്നമ്മക്ക് നിരാഹാരമാണെങ്കിൽ എനിക്ക് നിരാഹാരമാണ്. ഓഹോ, രണ്ടുപേരും വാശിക്കാണല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റാൻലി തട്ടിക്കേറുന്നുണ്ട് കേട്ടോ. എന്തായാലും വല്യപ്പച്ചൻ നിരാഹാരം കിടക്കുമ്പോൾ അത് സമ്മതിക്കില്ലല്ലോ അലീന. അതുകൊണ്ട് അലീനയുടെ നിരാഹാരം തീരാൻ വേണ്ടി പോവാണ്. വല്യപ്പച്ചനും കൊച്ചുമോളും കൂടി ഒരുമിച്ചിരുന്ന നിരാഹാരം അവസാനിപ്പിക്കാൻ വേണ്ടി പോകാട്ടെ. രണ്ടുപേരും കൂടി ഭക്ഷണം കഴിച്ച് പരസ്പര സ്നേഹത്തോടെ ഭക്ഷണം കഴിച്ച് അങ്ങനെ എന്തായാലും കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ്. നല്ല അടിപൊളി എപ്പിസോഡ്സ് ആണ് ഇനി വരാൻ വേണ്ടി പോകുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.